സ്റ്റെതസ്കോപ്പും മരുന്നു ചീറ്റുകളും എല്ലാം മാറ്റിവെച്ച് കരാട്ടയിൽ ഒരു കൈ നോക്കാനിറങ്ങിയ രണ്ട് ഡോക്ടർമാർ. അവരിന്ന് ബ്ലാക്ക് ബെൽറ്റ് എന്ന കടമ്പ വിജയകരമായി മറികടന്നു കഴിഞ്ഞു. അതും സ്വന്തം മക്കളോടൊപ്പം ഒരേ വേദിയിൽ. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലെ ഡോക്ടർമാരായ നവ്യ നാരായണനും ദിവ്യ ജെറിയുമാണ് താരങ്ങൾ. തിരക്കിട്ട ഹോസ്പിറ്റൽ ജീവിതത്തിനിടയിൽ വീണുകിട്ടിയ ഒഴിവു സമയങ്ങളിലാണ് കരാട്ടെ അഭ്യസിച്ചത്. മക്കൾ പരിശീലിക്കുന്നത് കണ്ടാണ് ഈ അമ്മമാർക്കും കരാട്ടയോട് കമ്പം തോന്നിയത്. പിന്നീട് ഒഴിവു സമയം കണ്ടെത്തി അവരോടൊപ്പം പരിശീലനവും ആരംഭിച്ചു. കുട്ടികളുടെ ഒപ്പം ചെറിയൊരു ഫിറ്റ്നസ് എന്ന രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അത് പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോൾ ഒത്തിരി അതിൽ ഭയങ്കര കോൺഫിഡൻസ് വന്നു. പിന്നെ ഒത്തിരി ഇഷ്ടമായി. ഇപ്പോൾ 2-2.5 വർഷത്തോളമായിട്ട് സെന്റ് ജെയിംസിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഡോക്ടർ നവ്യയുടെ മകൾ ഇഷ്ടത്തെ ചേർത്ത് പിടിച്ച ഈ ഡോക്ടർമാർ 2.5 വർഷത്തെ നിരന്തര പരിശ്രമം കൊണ്ടാണ് മക്കൾക്കൊപ്പം ബ്ലാക്ക് ബെൽറ്റ് നേടിയത്. കരാട്ടെ പഠിക്കുന്നത് ആരെയും അടിച്ചിടാനല്ല, ആത്മവിശ്വാസവും കരുത്തും നേടാനാണെന്നാണ് ഇവർ പറയുന്നത്. ആദ്യം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എനിക്ക് പഠിക്കണം എന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊരു ചാൻസ് കിട്ടിയില്ല. അപ്പോഴാണ് മോളെ സ്കൂളിൽ അവർ കരാട്ടെ സ്റ്റാർട്ട് ചെയ്തത്. 7 ദിവസത്തെ കഠിനമായിട്ടുള്ള പരിശീലനം കഴിഞ്ഞിട്ടാണ് അവരിപ്പോൾ ഈ ബെൽറ്റിന് അർഹരായിട്ടുള്ളത്. ഇതിൽ ചെറിയ കുട്ടികൾ മുതൽ 69 വയസ്സായിട്ടുള്ള വളരെ സീനിയറായിട്ടുള്ള ആളുകൾ വരെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഡോക്ടർമാർക്കെതിരായുള്ള അതിക്രമം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇനി ആരെങ്കിലും വെല്ലുവിളി ഉയർത്താൻ ഇവർക്ക് മുന്നിൽ എത്തിയാൽ അടിച്ചിടാമെന്ന ആത്മവിശ്വാസവും ഇവർക്കുണ്ട്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. ഈ ഡോക്ടർമാരുടെ കൂടുതൽ വിശേഷങ്ങൾ പറയാൻ MS ലിഷോയ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, ഈ ഡോക്ടർമാരുടെ കഥ കേൾക്കുമ്പോൾ അറിയാതെങ്കിലും നമ്മുടെ മനസ്സിലൂടെ പോകുന്നൊരു മുഖം അത് ഡോക്ടർ വന്ദനയുടേതാണ്, അല്ലേ? നമുക്കറിയാം ഡോക്ടർമാർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അത് എത്രത്തോളമാണെന്നറിയാം. പക്ഷേ ആരെയും അടിച്ചിടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, കരുത്തും ആത്മവിശ്വാസവും ഒക്കെ കൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കരാട്ടെ അഭ്യസിക്കുന്നതെന്ന് ഈ ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട്. തീർച്ചയായും. അതായത് ഒരുപാട് ഈ അടുത്ത കാലത്ത് ഡോക്ടർമാർക്കെതിരായുള്ള അതിക്രമങ്ങൾ, അതുപോലെ തന്നെ ആശുപത്രിക്കും ആരോഗ്യ പ്രവർത്തകർക്കും എതിരായുള്ള അതിക്രമങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ ഒരു വാർത്ത നമുക്ക് വളരെ കൗതുകം ഉണർത്തുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഡോക്ടർമാരെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും അവർ സ്റ്റെതസ്കോപ്പും അതുപോലെ തന്നെ മരുന്നുകളും രോഗികൾക്കിടയിൽ അവർക്ക് ആശ്വാസമായി നിൽക്കുന്നു എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഓടി വരിക. പക്ഷേ അങ്ങനെ മാത്രമല്ല, തങ്ങൾക്ക് മറ്റു ചില ആഗ്രഹങ്ങളുമുണ്ട്, മറ്റു ചില ഈ അംബീഷൻസുമുണ്ട്, അതുപോലെ തന്നെ ഹോബികളുമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ചെറുപ്പത്തിലേ പഠിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അന്ന് കഴിഞ്ഞില്ല. അന്ന് കഴിയാത്തത് ഇപ്പോൾ നേടിയെടുക്കുകയാണ്. മക്കളുടെ കൂടെയാണ് ഇതൊക്കെ പഠനം എന്നുള്ളത് മറ്റൊരു രസകരമായ വസ്തുതയാണ്. കാരണം മറ്റൊന്നുമല്ല, മക്കളുടെ കൂടെ അവർക്ക് കൂട്ടായി പോയി അതിനോടൊപ്പം തന്നെ അവർക്കൊരു ഊർജ്ജമായി നിന്നുകൊണ്ട് അമ്മമാരും ഇങ്ങനെ ബ്ലാക്ക് ബെൽറ്റ് എടുക്കുക എന്നൊക്കെ പറയുമ്പോഴേ അത് അത്യാവശ്യം എല്ലാവർക്കും ഒരു രസം തോന്നുന്നൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല, അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് വലിയ ആർക്കെങ്കിലും എതിരെ പ്രവർത്തിക്കാനല്ല, പക്ഷേ ഞങ്ങളുടെ ഒരു സ്വയരക്ഷ കൂടി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കേണ്ടതല്ലേ എന്നുള്ളത് തന്നെയാണ് ഡോക്ടർമാരുടെ മനസ്സിലും ഉള്ളത്. എന്തായാലും ഈ സെന്റ് ജെയിംസിലെ 2 ഡോക്ടർമാർ, അതുപോലെ തന്നെ അവരുടെ 3 മക്കൾ, അങ്ങനെ ഒരു കുടുംബത്തിൽ 5 ബ്ലാക്ക് ബെൽറ്റ് ആണ്. നമുക്ക് ഈ ഒരു വാർത്തയിലൂടെ തന്നെ ആ ഒരു കുടുംബത്തിൽ 5 ബ്ലാക്ക് ബെൽറ്റ് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും എല്ലാവരും തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ്, വലിയ സന്തോഷത്തിലാണ് ഈ ഒരു നേട്ടത്തിൽ. ലിഷോയ്, ഈ ഒരു ആത്മവിശ്വാസം കരുത്തൊക്കെ നൽകും, അതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ നമുക്കറിയാം ഡോക്ടർമാരുടെ ജോലി എന്ന് പറയുന്നത് ഇത്രത്തോളം തിരക്കിട്ട ഒരു ജോലിയാണല്ലേ. അതിനിടയിലാണ് ഒരു ഒഴിവ് സമയം കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ അവർ സമയം ചെലവിടുന്നതും അത് പലർക്കും മാതൃകയാക്കാവുന്നതുമാണ്, അല്ലേ? തീർച്ചയായും. ചാലക്കുടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയാണ് സെന്റ് ജെയിംസ് ആശുപത്രി. അവിടെ ഓരോ ദിവസവും അത്രത്തോളം അധികം രോഗികളും എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഈ അവിടുത്തെ പ്രധാനപ്പെട്ട 2 ഡോക്ടർമാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്കും അത്യാവശ്യം നല്ല തിരക്കുള്ള ഡോക്ടർമാരാണ്. അപ്പോൾ പക്ഷേ ഈ ജോലി തിരക്കുകൾക്കൊക്കെ ഇടയിലും തങ്ങൾക്ക് സന്തോഷം നൽകുന്ന, തങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങൾ പുറമേ നിന്ന് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ്. നമ്മളൊരു മേഖലയിൽ നിൽക്കുമ്പോൾ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് മേഖലകളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അതൊരു മാതൃകയാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും ലിഷോയ്. അപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് മടി പിടിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ ഉഴപ്പി നടക്കുന്നവർക്കൊക്കെ ഈ ഡോക്ടർ നവ്യയും ഡോക്ടർ ദിവ്യയും ഒരു മാതൃക തന്നെയാണ്. ഇവരെ പോലെ നമുക്കും ജോലി കഴിഞ്ഞ് അല്പം സമയം നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന് പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല എന്നതുകൂടിയാണ് ഇവർ രണ്ടുപേരും നമുക്ക് പറഞ്ഞു തരുന്നത്. ശരി ലിഷോയ്.